ഗൈസ്, അങ്ങനെ നമുക്ക് നമ്മുടെ വയനാട് ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്താലോ? ലോകത്തെ എല്ലാ ഫ്രണ്ട്സ് ഗ്യാങ്ങും ചെയ്യുന്ന പോലെ ഒരുപാട് നാളത്തെ പ്ലാനിന് ശേഷം ഒരുത്തേലും പോകാണ്ട് അവസാനം എണ്ണിക്കൂട്ടി തട്ടിക്കൂട്ടി ഒരു ട്രിപ്പാണ് ഞങ്ങളുടെ ഈ ട്രിപ്പ്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. എവിടേക്കാന്ന് വിചാരിച്ചാൽ 11 മണിയായപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സും പിടിച്ച് പേരാമ്പ്ര പോയി. അവിടെ നിന്ന് നേരെ കോഴിക്കോട് ബസ്സിൽ ഇറങ്ങി നേരെ KSRTC സ്റ്റാൻഡിൽ പോയി ഇറങ്ങി. ഉച്ചയ്ക്ക് ഇറങ്ങിയതിനെ കൊണ്ട് തന്നെ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ എനിക്ക് നല്ല വിശക്കുണ്ടായിരുന്നു. നല്ല വിശന്നിട്ട് എനിക്കൊരു ഊണ് കഴിക്കണം എന്നുള്ളതിനെ കൊണ്ടാണ് ഞാൻ സത്താര എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റൊക്കെ കയറിയത്. എൻ്റെ ദൈവമേ, ഞാൻ ഇത്രയും കഴിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫുഡായിരുന്നു ഞാൻ അവിടെ നിന്ന് കഴിച്ചത്. അത് അവരുടെ ഫുഡിൻ്റെ ക്വാളിറ്റിയോ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമല്ല, എനിക്ക് ആ ടേസ്റ്റ് പറ്റാനിട്ടാണ്. ഒരു നെയ്യൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ടേസ്റ്റാണ്. പിന്നെ ട്രിപ്പ് പോകുന്നതിൻ്റെ ഉത്സാഹത്തിൽ ഞാൻ ആ ടേസ്റ്റ് എല്ലാം മറന്ന് നമ്മൾ നേരെ ട്രിപ്പിൻ്റെ മൂഡിലേക്ക് തന്നെ പിന്നെയും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചിട്ട് നേരെ സ്റ്റാൻഡിലേക്ക് തന്നെ പോയിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബസ്സും എത്തിയിട്ടുണ്ടായിരുന്നു. ബസ്സിനകത്ത് നമ്മുടെ സൂര്യലക്ഷ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഞാൻ ആ ബസ് കണ്ടില്ല. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ജേണി സ്റ്റാർട്ടായി. അങ്ങനെ നമ്മൾ വയനാട് ചുരമൊക്കെ കയറി നല്ല അടിപൊളിയായിട്ട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറയട്ടെ, ഈ കാലാവസ്ഥയിൽ നമ്മൾ ആ കോഴിക്കോട് നിന്ന് മാറി വയനാട്ടിലേക്ക് അങ്ങ് കയറുമ്പോൾ കിട്ടുന്ന ഫീലൊന്ന് വേറെ തന്നെയാണ്. ഇത്രയും മുടിഞ്ഞ ചൂടിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ കാലാവസ്ഥയിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ, എൻ്റെ അമ്മയെ അത് പറയാൻ പറ്റില്ല. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡ്രീമായ നമ്മൾ ട്രിപ്പിൻ്റെ എൻഡ് പോയിൻ്റായ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. മുന്നേ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര സ്പെഷ്യലാണ്. അങ്ങനെ അവിടെ തന്നെ കണ്ട ഒരു കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി നമ്മളൊരു ഓട്ടോയും പിടിച്ച് അപർണേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപർണ അവിടെ നമ്മളെയും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിട്ടുണ്ടായി. എന്താണെന്നറിയില്ല, ഇതുവരെ കാണാത്ത എക്സൈറ്റ്മെന്റ് ആയിരുന്നു നമ്മുടെ എല്ലാവരുടെയും മുഖത്ത്. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ അപർണേൻ്റെ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ബാക്കി വയനാട് വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.